Hi guys, welcome back to our YouTube channel. ഇന്നത്തെ വീഡിയോയിൽ മെറ്റേണിറ്റി ആൻഡ് പാരന്റൽ ബെനഫിറ്റ് ഇൻ കാനഡ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് canada.ca എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് എംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ആൻഡ് ലീവ് എന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുക. അവിടെ നമുക്ക് മെറ്റേണിറ്റി ആൻഡ് പാരന്റൽ ബെനഫിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്യുക. അവിടെ മെറ്റേണിറ്റി ആൻഡ് പാരന്റൽ ബെനഫിറ്റിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമുക്ക് വായിക്കാൻ സാധിക്കും. അവിടെ നമ്മൾ വായിച്ചതിന് ശേഷം അപ്ലൈ കൊടുക്കുക, സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ നടത്തുക. ഇവിടെ ചോദിക്കുന്നുണ്ട്, ആർ യു ട്രൈങ് ടു റിട്രീവ് ആൻ ആപ്ലിക്കേഷൻ യു ബിഗൻ വിത്തിൻ ദ 72 hours. അങ്ങനെയുണ്ടെങ്കിൽ യെസ് കൊടുത്ത് നമുക്ക് ബിഗിൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പുതുതായിട്ട് തന്നെ ആപ്ലിക്കേഷൻ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ചോദിക്കുന്നത്, വാട്ട് ടൈപ്പ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ബെനിഫിറ്റ് വുഡ് യു ലൈക്ക് ടു ക്ലെയിം. നമുക്ക് ബെനിഫിറ്റ്സ് ഫ്രം ദ എംപ്ലോയർ ആണെങ്കിൽ അത് ടിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ബെനിഫിറ്റ് സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൻ്റെ പാർട്ടാണെങ്കിൽ നമുക്ക് യെസ് ചെയ്യാം, അല്ലെങ്കിൽ നോ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. ഇനി നമ്മൾ ഏത് ബെനിഫിറ്റാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അത് സെലക്ട് ചെയ്യുക. അവിടെ ഞാൻ മെറ്റേണിറ്റി ബെനിഫിറ്റ് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുകയാണ്. നെക്സ്റ്റ് പേജിൽ മെറ്റേണിറ്റി ലീവ് അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളൊരു എക്സ്പ്ലനേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് നമുക്ക് സിൻ നമ്പർ വേണ്ടതായിട്ട് വരും, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണ്ടതായിട്ട് വരും, നമ്മുടെ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി എന്നാണ് നമ്മൾ അറിയേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ റെക്കോർഡ് ഓഫ് എംപ്ലോയ്മെൻറ്റ് വേണ്ട വരും. ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. അതെല്ലാം വായിച്ചതിന് ശേഷം നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഫുള്ളായിട്ട് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാലിഡായിട്ടുള്ളൊരു ഇമെയിൽ ID കൊടുക്കുക. അതുപോലെ നമ്മൾ പോസ്റ്റൽ കോഡ് എൻറ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മെയിലിംഗ് അഡ്രസ്സ് അവിടെ കാണിക്കും, അതിൽ നിന്നത് ചൂസ് ചെയ്യുക. കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ ഈ പേജാണ് വരുന്നത്. ഇത് വോളണ്ടറി ആണ്. ഇത് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ നമ്മളോട് ഇൻകം ടാക്സ് ഇൻഫർമേഷൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെ ചോദിക്കുന്നത് ഇൻകം ടാക്സ് ഇൻഫർമേഷൻ ഓൺലൈനായിട്ടാണോ ആക്സസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പേപ്പർ കോപ്പി ആയിട്ടാണോ വേണ്ടതെന്നാണ്. അതിലേത് ഓപ്ഷനാണ് വേണ്ടത് അത് ടിക്ക് ചെയ്യുക. ഹസ്ബൻഡും വൈഫും വർക്കിംഗ് ആണ്, അവർ ചേർന്നാണ് ടാക്സ് ഫയൽ ചെയ്യുന്നതെങ്കിൽ ബേസിക് ആൻഡ് സ്പൗസ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബേസിക് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. നെക്സ്റ്റ് പേജിൽ ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ഇൻഫർമേഷനാണ് ചോദിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് EI അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ഇൻഫർമേഷൻ, ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുക്കുക. നെക്സ്റ്റ് ചോദിക്കുന്നത് നമ്മുടെ ഹയസ്റ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷനും, പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു അസോസിയേഷൻ മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടോ ഇല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് ശേഷം നമ്മുടെ എംപ്ലോയറിൻ്റെ ഡീറ്റെയിൽസ് ആണ് ആവശ്യപ്പെടുന്നത്. അത് ഞാനവിടെ കാണിച്ചിട്ടില്ല. അതിനകത്ത് നമ്മുടെ എംപ്ലോയറുടെ നെയിം, നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് വർക്ക്, നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് വർക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം അവിടെ ചോദിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് ചോദിക്കുന്നത് എത്ര ആഴ്ചയിലെ പാരന്റൽ ബെനിഫിറ്റാണ് നമുക്ക് വേണ്ടതെന്നാണ്. അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. മെറ്റേണിറ്റി ബെനിഫിറ്റ് മാക്സിമം 15 weeks ആണ് നമുക്ക് കിട്ടുന്നത്. അതിൽ നമ്മുടെ ബെനിഫിറ്റ് റേറ്റ് ആണ് 55% ഓഫ് EI. ഇനി പേരൻട്രൽ ലീവ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണുള്ളത്, സ്റ്റാൻഡേർഡ് ആൻഡ് എക്സ്റ്റെൻഡഡ്. സ്റ്റാൻഡേർഡ് ആണ് 35 weeks. അതിൻ്റെ റേറ്റും ഏകദേശം 55% ആണ്. ഇനി എക്സ്റ്റെൻഡഡ് ബെനിഫിറ്റ് വരുന്നത് 61 week ആണ് മാക്സിമം. അതിൻ്റെ റേറ്റ് 35% ആണ്. എന്താണെങ്കിലും നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇത് പ്ലാൻ ചെയ്ത് വേണം ചെയ്യാൻ. വൺസ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല. ഇനി നമ്മുടെ പാർട്ട്ണറിനെ പറ്റിയുള്ള ഇൻഫർമേഷനാണ് ചോദിക്കുന്നത്. ഓൺലൈനായിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുള്ള ഫോംസ് വരുന്നതായിരിക്കും. അവിടെ എല്ലാ കാര്യങ്ങളും, സോഷ്യൽ ഇൻഷുറൻസ് നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. സാധാരണ EI ബെനിഫിറ്റിൽ ബൈ-വീക്ക്ലി നമ്മൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. സോ ഇവിടെ ഒരു എക്സെപ്ഷൻ കേസാണ്. നമ്മൾ യെസ് ടൈപ്പ് ചെയ്യുവാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ആയിക്കോളും. നമ്മൾ ബൈ-വീക്ക്ലി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാതെ തന്നെ പേയ്മെൻറ്റ് നമുക്ക് വരുന്നതാണ്. ക്യൂബക്കിൽ നിന്നാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പ്രസ് യെസ്, അതർവൈസ് പ്ലസ് നോ. നമ്മൾ വർക്ക് പ്ലേസിൽ എന്തെങ്കിലും ഇഞ്ചുറിയോ കാര്യങ്ങളൊക്കെ വന്നോ എന്തെങ്കിലും വർക്കേഴ്സ് കോമ്പൻസേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് ചെയ്യുക, അല്ലെങ്കിൽ നോ ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പെൻഷൻ റിസീവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിനർത്ഥം നമ്മൾ നോ അല്ലെങ്കിൽ യെസ് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ എന്തെങ്കിലും ഫാമിങ്ങോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പ്രസ് യെസ്,
അതർവൈസ് പ്രസ് നോ. നമ്മൾ എന്തെങ്കിലും കോഴ്സ് അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രസ് യെസ്, അതർവൈസ് പ്രസ് നോ. ഇനി ഈ പ്രോസസ്സിങ് ചെയ്യാൻ നമ്മളെ വേറെ ആരെങ്കിലും അസിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് കൊടുത്തിട്ട് അവരുടെ ഡീറ്റെയിലൊക്കെ എൻട്രി ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് പ്രോസസ്സിങ് കഴിഞ്ഞു. ഇനി കുറേ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നമുക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അതിനകത്ത് നമ്മൾ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഫോർ എക്സാമ്പിൾ നമ്മൾ കാനഡയ്ക്ക് വെളിയിൽ പോകുന്നുണ്ടോ, വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. അതെല്ലാം നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. പേയ്മെൻറ്റ് കിട്ടാനായിട്ട് ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഏകദേശം 8 ആഴ്ചയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് ലഭിച്ചു തുടങ്ങത്തുള്ളൂ. അതുവരെ നമുക്ക് വേറൊരു പേയ്മെൻറ്റും ലഭിക്കുന്നതല്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള പ്രോസസ്സിങ് നമ്മൾ ഇനി സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അറ്റസ്റ്റേഷൻ ചെയ്ത് നമ്മുടെ പ്രോസസ്സിങ് സബ്മിറ്റ് ചെയ്യാം ഓൺലൈനായിട്ട് തന്നെ. സോ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് തന്നെ സിമ്പിളായിട്ട് ഓൺലൈനായിട്ട് പ്രോസസ്സിങ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.